ഹലോ ഹായ്. അപ്പോൾ എല്ലാവരും തിരക്കിലാണല്ലേ. വിഷു ആണ്, ഈസ്റ്റർ ആണ്, റമദാനാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും തിരക്കിൽ തന്നെയാണ്. എനിക്ക് എൻ്റെ ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, എന്നാലും എല്ലാ വീട്ടിലുള്ള പോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എളുപ്പം വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരപ്പവും കാണിക്കുന്നുണ്ട്. അപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നൂലപ്പം അതുപോലെ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല ലൂസായിട്ട് തന്നെ അത് മാവ് കലക്കിയെടുക്കുക. ഈ അപ്പം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും നമുക്ക് അത് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ മാവ് കണ്ടോ, ഇതുപോലെ വേണം, ലൂസായിട്ട് വേണം ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ബീഫ് നന്നാക്കി എടുക്കാം. ബീഫ് അപ്പോൾ നന്നാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകി അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൊട്ടയിൽ എടുത്ത് വെക്കുക. വെള്ളം പോയതിന് ശേഷം നേരെ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട തക്കാളി, അതുപോലെ സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, വേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. തക്കാളി മുറിച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. സവാള ജസ്റ്റ് 4 പീസാക്കിയിട്ടുള്ളൂ. അതുപോലെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെന്ത് കഴിയുമ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പൊടി പോലെ വെന്ത് ഇതായിട്ടുണ്ടാവും, മെൽറ്റായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അരിഞ്ഞ് വെറുതെ നമ്മൾ സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ ഇത് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിടണം. എന്നിട്ട് കുക്കറിൽ വെച്ച് എത്ര വിസിലാണോ നിങ്ങൾ സാധാരണ ഇത് വേവാൻ വേണ്ടി വെക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതോടുകൂടി ഈ കറി ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ച് വാട്ടാത്ത തരം തോന്നും, ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറി എന്തായെന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട്. ഇനി കറി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബീഫ് കറി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നേരത്തെ കലക്കി വെച്ച മാവ് നമ്മൾ ഡയറക്റ്റ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അപ്പം ഒരു കുത്തായിട്ടുള്ളൊരു അപ്പമായിട്ട് വരും. നല്ല ടേസ്റ്റാണ്. ഈ ബീഫ് കറിയുടെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.